തെളിഞ്ഞില്ലേ? ആരോട് പറയാൻ? കണ്ട എന്തിനെ കാണിക്കാൻ? എങ്ങനുണ്ട്? സന്തോഷമായ? സത്യം പറഞ്ഞാ ഇത് ഞാൻ ഇന്നലെ അവിടെ ഓഫീസിൽ വാങ്ങി വെച്ചതാ. ആ വരുമ്പോ എടുക്കാൻ മറന്നുപോയി. എങ്ങാനും ഇത് എടുക്കാൻ മറന്നുപോയി നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അന്നേരം എന്നെ ഓടിക്കൂലേ? ഉച്ചക്ക് വന്നപ്പോ അത് മറന്നുപോയി. കള്ളം പറയരുത്. അതെ, നിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം ഞാൻ ഇന്ന് വരെ സാധിച്ചു തരാതിരുന്നുണ്ടോ? സാധിച്ചൊക്കെ തരും, പക്ഷെ ഇതുവരെ വഴക്കുണ്ടാക്കി കഴിയുമ്പോഴേ സാധിച്ചു തരൂ. ഇത്രേ ഉള്ളു കാര്യം. പിന്നെ എന്താ കുട്ടി ഇത്? കണ്ണ് മൂക്കൊന്നിട്ട് എന്താണ്? ചേടാ ഞാൻ അമ്മയെ കാണിക്കട്ടെ. നീ കാശില്ല പറഞ്ഞിട്ട് ഇത് എവിടെ ഒപ്പിച്ച്? അത് എന്റെ പൊന്നമ്മാവ, ആരും ഇല്ലാത്തവർക്ക് ദൈവം നുണയുണ്ടാവും. അയ്യോ എന്തൊരു വൃത്തികെട്ടവനാണ് അവൻ. പരിസരവും ഇല്ല, ബോധവും ഇല്ല. ആണുങ്ങളുടെ മീശയുടെ വില കളയാനായിട്ട് ഒരു അച്ചിക്ക് വന്നാൽ ഇങ്ങനെയുണ്ട് ആണുങ്ങൾ. നിന്റെ ആങ്ങളെ എടുത്ത് നല്ലടിയ എന്തൊരു എങ്കോന്നാണോ? ചേട്ടാ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ അവക്ക് മേടിച്ചോണ്ട് കൊടുത്ത് നെക്ലച്ച് കൊടുത്തോ? ആണം വേണ്ടേ ആണുങ്ങളായ. എന്നിട്ട് പുറത്തു നിന്ന് തോന്നിയാസവും. നമ്മളേ സാധാരണ മനുഷ്യരല്ല, ക്ലീറ്റോയുടെ കാര്യം പറയണേ. ഒരു നേരം ഒരു കാര്യം പറയും, 5 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് തിരുത്തി പറയും. ഇതുവരെ നിലപാടിലെത്താൻ പറ്റിയിട്ടില്ലേ? നിലപാടില്ലാത്തത് നിന്റെ ആങ്ങളൊക്കെ. അവൻ എന്തുവാടി കുറച്ചു മുമ്പേ പറഞ്ഞത്? ഇത് വാങ്ങാൻ നിവർത്തിയില്ല, പൈസ ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ദേ 50,000 രൂപ മറിച്ച് സാധനം മേടിച്ചോണ്ട് കൊടുത്തേക്കോ. നാണം കെട്ടവൻ, വെറും വൃത്തികെട്ടവൻ. അതും വെറും നിസാര ഒരു വേണ്ടിട്ടേ. ആ പെങ്കൊച്ച് അവന് ഇത് കൊടുത്തതും വെളിയിൽ നിന്നുകൊണ്ട് അവനൊരു കൊടുത്തു. പരിസരമെങ്കിലും നോക്കണ്ടേ? ബോധമില്ലാത്ത വൃത്തികെട്ട ജന്തുക്കളെ. ആണുങ്ങളെ വില കളയേ ഉള്ളൂ ഇവൻ. ചേട്ടന്ന് എന്താ നിന്റെ ഉദ്ദേശം? നിനക്കിപ്പം ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? വേറൊന്നിനുമല്ല, നിങ്ങളുടെ ഈ അലുക്കുലത്ത് സ്വഭാവം ഉണ്ടല്ലോ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടക്കുന്ന സ്വഭാവം, അതൊക്കെ മാറ്റി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ദൈവടി കസേരയിൽ ഇരുന്ന് തരാൻ വേണ്ടിട്ടാ. അതിനൊന്നും ക്ലീറ്റായ കട്ടൂല. നീ അങ്ങനെ വിചാരിക്കാൻ വേണ്ട. അങ്ങനെ നീ പറയുന്നിടത്ത് ഇരിക്കുകയും നീ പറയണ പോലെ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിന് വേറെ ആളെ നോക്ക് നീ. അത് തന്നെ. ഈ നെക്ലസ് എടുത്തിട്ടേ പുറത്തന്നെ കിടക്കണല്ലേ, കുറച്ചും കൂടി ഇറക്കത്തിൽ കിട്ടണം, നല്ല ആൾക്കാരൊക്കെ കാണുള്ളൂ. ഇവിടെ എനിക്ക് ഈ സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. എവിടെ? ഹലോ കനക, നീ എവിടെയാണ്? ഞാനിവിടെ ടൗണിലാടോ. ഞാനും ജമന്തി ഇവിടെ ടൗണിൽ നിൽക്കുക. എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിനക്ക് പ്രശ്നമുണ്ടെന്നല്ലേ എനിക്കിവിടെ പ്രശ്നമുണ്ടെന്ന്. നിനക്ക് പ്രശ്നോ? ആ, അതെന്താ നിനക്ക് പ്രശ്നം? എടാ ഞാൻ തന്ന നെക്ലസ് ഇല്ലേ, നീ ഒന്ന് അത്യാവശ്യമായിട്ട് എനിക്ക് തിരിച്ചുകൊണ്ടെന്നതാ. എന്ത് നെക്ലസ്? നെക്ലസ് ഒന്ന് എനിക്ക് കൊണ്ടുവന്ന് താന്ന്, ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കണത്. എന്താണ് ഈ പറയണത്? എന്റെ പാസിലെ കനക, അവളുടെ മൂത്താപ്പാടെ മോളുടെ കല്യാണമാണ് നാളെ. രാവിലെ പോകാൻ വേണ്ടിട്ട് ഈ സാധനം ഇവിടെ അന്വേഷിച്ചിട്ട് യുദ്ധം തുടങ്ങിയൊക്കെയാണ്. എന്റെ മൂത്താപ്പാന്റെ 16 അടിയന്തരം അത് ഇട്ടോണ്ടാണ് ഈ ടൗണിൽ നടക്കണമെന്ന്. കനക, എനിക്കത് പറയാൻ പറ്റൂല. ഉമ്മ കട്ടെടുത്തെന്നും പറഞ്ഞിട്ട് അവള് ഇവിടെ പ്രശ്നം തുടങ്ങിയൊക്കെയാണ്. ചിലപ്പോ പോലീസ് വരെ വരൂടാ. എടാ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞതല്ലേ നീ? കനക, ഞാൻ കരുതി ഇവിടെ ആവശ്യമില്ലാതിരിക്കണ ഒരു സാധനമാണ് ഈ വധൂര്. ഇപ്പൊ തന്നെ ഇത് നോക്കൂന്ന് ഞാൻ അറിഞ്ഞ. ഞാൻ എന്റെ ഒരു മനസ്സുകൊണ്ട് നിനക്ക് തന്നതല്ലേ. ഇപ്പൊ എന്റെ കുടുംബം കലങ്ങും, നീ അതൊന്ന് കൊണ്ടുവന്നതാ എങ്ങനെയെങ്കിലും. എവിടെയാണ് നീ?
ആ ശരി ശരി ഞാൻ നോക്കട്ടെ നോക്കട്ടെ. എവിടെ നിൽക്കാണ് നീ ഇപ്പൊ? ഞാൻ അങ്ങോട്ട് വരട്ടെ. എടാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ടൗണിൽ നിന്ന് ഊരി തരാൻ പറ്റും? എടാ വധൂരിനൊന്ന് ഉന്തിത്തള്ളി വീട്ടിൽ കൊണ്ടോട്ടെ, അതൊന്ന് അയച്ചു മേടിച്ചതാ, അല്ലെ എനിക്കിവിടെ ആകെ പ്രശ്നമാവും. തരുവായിപ്പാ? ഞാൻ നോക്കട്ടെ 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 എന്നല്ല, സാധനം വേണോന്ന്. അതന്നെയാണ് പറയണത്, നോക്കട്ടെ എന്ന്. കനകത നീ കളിക്കല്ലേ, നീ കട്ട് ചെയ്താ. ബ്ലൗസ് പീസ് കാണുവേ. അതെ ഇതെന്താ കൊടുത്തില്ലേ? ആ കൊടുത്തോ? എന്നാ വേഗം കൊടുക്ക് വേഗം കൊടുക്ക്. ആ ഇതെന്താ ഇത്ര ധൃതി? പോണ്ടേ വേഗം പോണം. വേഗം പോണോ? എവിടെ പോണം? വീട്ടിൽ പോണ്ടേ? വീട്ടിലേക്കാ? ആ കൊടുത്തതല്ലേ. കഴിച്ചു വെച്ചാ മതി. അളവിടെ ഉണ്ടല്ലോ. ശരി ട്ടാ. വാ വാ പോ പോ പോ. എന്താ ഇത്ര ഓട്ടം? ആ എന്റെ സാരി തന്നെ പൊക്കി പിടി പൊക്കി പിടി. വേ വന്നേ വേ വന്നേ. നനഞ്ഞേട്ടാ. എന്റെ സാരിയൊക്കെ ചീത്തയായിട്ടുണ്ടാവും. തൊണ്ട മുഴുവൻ നനഞ്ഞ്. അയ്യയ്യേ. അതെ നീ നോക്കേ നോക്ക് നോക്ക്. ഈ സാധനം എത്രയും പെട്ടെന്ന് മറ്റേ പെട്ടിയില്ലേ, ആ പെട്ടിയിൽ ഊരി വെച്ചിട്ട് നമ്മുടെ അലമാരിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കി കേട്ടാ. പോയിട്ടാടുന്ന് ഇന്ന് തന്നെ ഇപ്പൊ ഊരിക്കാൻ പോലെ. ഇതേ അടുത്തുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവര് വല്ല ഫംഗ്ഷന് പോകുമ്പോ ചോദിക്കും. ചോദിച്ചാ ഇപ്പൊ ഞാൻ കൊടുക്കും. പോടുന്നു ഞാൻ ഊരൊന്നുമില്ല. മുഴുവൻ നനഞ്ഞേട്ടാ. ഊരി വെച്ചു. ക്ലാസ്സിലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുന്നതിന്. ആ ശരി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ.